ഹായ് ഓൾ, ഐ എം ക്രിസ്റ്റി. സോ നമ്മളിത് സംസാരിക്കാൻ പോകുന്ന അയർലൻഡിലേക്ക് വരുന്ന ഫ്യൂച്ചർ സ്റ്റഡീസിന് വരുന്ന സ്റ്റുഡൻസും മറ്റുള്ളവർക്കും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ്. സോ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് പറയുകയാണ്, ഇവിടെ നല്ല മഴയുള്ള ഒരു കൺട്രിയാണ്. റെയിനി ക്ലൈമറ്റ് ആണ് എപ്പോഴും മിക്ക സമയത്തും. പക്ഷെ എന്ന് വെച്ചാൽ നാട്ടിലെ പോലെ ഫുൾ ടൈം വലിയൊരു മഴ, ഹെവി റെയിൻ അല്ല, സ്ലൈറ്റ് റെയിൻ ആണ് മിക്ക ടൈമിൽ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ ആദ്യം അതിനു വേണ്ടി നമുക്കൊരു ജാക്കറ്റ് ഡെക്കാത്ലോണിൽ നിന്ന് മേടിക്കുക. അത് -10°C ജാക്കറ്റ് ചോദിച്ചാൽ അവരത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരും. ഇല്ലെങ്കിൽ ഏത് കൺട്രിയാണ് നിങ്ങൾ പോകുന്നത് പറഞ്ഞാൽ മതി. അപ്പൊ അത് കൂടാണ്ട് പിന്നെ വേണ്ടത് വാട്ടർ പ്രൂഫ് ബാഗാണ്. കൂടാണ്ട് മൂന്നാമത് നമുക്കിനി മെയിൻ ആയിട്ട് വേണ്ട സാധനം മെഡിസിൻസ് ആണ്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡോളോ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ആന്റിബയോട്ടിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല ഓയിൻമെന്റ്സ് ഒക്കെ ആന്റി ബാക്ടീരിയലൊക്കെ നാട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്തില്ല പണി കിട്ടും. കാരണം ഇവിടെ പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. ആന്റിബയോട്ടിക് കാര്യങ്ങൾ, അതായത് പ്രിസ്ക്രിപ്ഷൻ പോയിട്ട് അപ്പോയിന്റ്മെന്റ് പോലും നമുക്ക് കിട്ടാൻ ടാസ്ക്കാണ്. കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടതാണ് പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ ഇവിടെ കിട്ടും, ഏഷ്യൻ സ്റ്റോറിൽ സംഭവം അവൈലബിളാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പൈസയാണ്. അപ്പൊ നമുക്ക് മാക്സിമം പ്രഷർ കുക്കറും ബാക്കി മസാലപ്പൊടികൾ, ഇങ്ങനത്തെ കറി പൗഡേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ IDP ഇന്റർനാഷണൽ ലൈസൻസാണ്. അത് നിങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അക്ഷയയിലോ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മതി, അവർ സെറ്റാക്കി തരും. 1000 രൂപ 2000 രൂപ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അത് പോയി അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ IDP അവിടെ നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. അപ്പം IDP അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാർ നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ റെന്റൽ കാർ കിട്ടും, ഗോക്കാർ എന്ന് പറഞ്ഞ റെന്റൽ കാർ അവൈലബിൾ ഇവിടെ. അപ്പം നിങ്ങൾക്ക് അത് എടുത്തിട്ട് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാർ ഓടിച്ച് നടക്കാം, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പം ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം IDP മസ്റ്റ് ആയിട്ട് നിങ്ങൾ മറക്കാണ്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് മെയിനായിട്ടൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ തെർമൽസ് എന്ന് പറയുമ്പോൾ തണുപ്പൊട്ടും പറ്റാത്തതുകൊണ്ട് എന്തായാലും തെർമൽസ് മേടിക്കണം. തെർമൽസ് മേടിച്ചാൽ നമ്മുടെ വിന്റർ ടൈമിലും മറ്റും എല്ലാം നമുക്ക് ഉള്ളിലിട്ടാൽ നല്ല വാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ പ്രൂഫ് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞാൽ അതൊന്നും മറക്കാതെ മേടിക്കണം. UK പിൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ റൗണ്ടഡാണ് നമ്മുടെ പ്ലഗും കാര്യങ്ങളും. അപ്പം UK പിൻ മേടിക്കുവാണെങ്കിൽ ഇവിടുത്തെ എല്ലാം സ്ക്വയറാണ്, പ്ലഗും കണക്ടറും എല്ലാം. അപ്പം അത് കൂടെ 2-3 മേടിച്ച് എന്തായാലും കയ്യിൽ വെക്കുക. അവിടെയാണ് നമുക്കൊരു 70 രൂപയ്ക്ക് സാധനം കിട്ടും. ഇവിടെയാണ് അതിന് ഒരെണ്ണത്തിന് 500 രൂപയാണ്, ഇന്ത്യൻ മണി 500 രൂപ, 5 euros സംതിങ് ആവും ഇവിടുത്തെ. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മറക്കാണ്ട് ചെയ്ത് വെക്കണം. ഇതുപോലെയുള്ള വീഡിയോ വേണമെങ്കിൽ ഇനി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. എല്ലാത്തിനും ഞാൻ സ്പോട്ടായിട്ട് റിപ്ലൈ പറയാം. താങ്ക്